ഉണ്ട ചോറിന് നന്ദി കാണിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിനൊരു ഉദാഹരണമാണ് കോഴിക്കോട് മുഖവൂരിലുണ്ടായിരുന്ന ജാക്കി എന്ന നായ. പക്ഷെ അതിന് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണെന്ന് മാത്രം. ഒന്നും രണ്ടും വർഷമല്ല, നീണ്ട 7 വർഷമാണ് രാമനുണ്ണിയുടെ കുടുംബത്തോടൊപ്പം ജാക്കി എന്ന നായ ജീവിച്ചത്. വീട്ടിലെ ഒരു അംഗമായ ജാക്കി എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി. ഒടുവിൽ സ്വന്തം ജീവൻ നൽകി കുടുംബാംഗത്തെ രക്ഷിച്ചു. രാവിലെ വീട്ടുവളപ്പിൽ പുല്ല് വെട്ടാനിറങ്ങിയതായിരുന്നു വീട്ടുടമയായ രാമനുണ്ണി. പറമ്പിലെ വാഴ വെട്ടിയതോടെ കൂട്ടിൽ കിടന്ന ജാക്കി അസാധാരണമായി കുരച്ചു. സംശയം തോന്നിയ നായയെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വിട്ടു. നായ ഓടി വാഴയുടെ സമീപത്തെത്തി നിലത്തെ ഇലകൾക്കിടയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പുറത്തേക്കിട്ടു. നായയുടെ കടിയേറ്റതോടെ മൂർഖൻ അവശ നിലയിലായി. തുടർന്ന് പാമ്പിനെ നായ മുറ്റത്തെത്തിച്ചു. ഞാനിങ്ങോട്ട് വരുമ്പോൾ എൻ്റെ നായ ഇങ്ങനെ അല്ലാതെ കൂട്ടുന്ന് കയർക്കുന്നുണ്ട്, ഭയങ്കര കുറേ കുറയ്ക്കുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ കാലൊക്കെ കഴുകി വീട്ടിൽ ഇതൊരു കുറച്ച് നേരം ഇരുന്നു. അപ്പോഴും വിടുന്നില്ല, എന്നെ നോക്കിയിട്ട് എന്നെ ഇങ്ങനെ കുറച്ചു. അപ്പോൾ ഞാൻ ഈ മൂത്രമൊഴിക്കാനും ഇങ്ങനെ അപ്പോൾ അങ്ങോട്ടാണ് പോവുക, ആ ഭാഗത്തേക്കാണ് നായ പോവാറ്. അപ്പോൾ നായ നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഇങ്ങോട്ട് വന്നപ്പം ഇതിനുള്ളിൽ നിന്ന് കയറിയിട്ട് നായ ഈ സാധനം കൊണ്ട് പിടിച്ചു. അപ്പോൾ നമ്മൾ ചേര എന്നുള്ളൊരു നിറവ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ചേരകളൊക്കെ പിടിച്ചിട്ടുണ്ട്, ചേര പിടിച്ചിട്ട് കൊന്നിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി പിന്നെയാണ് ഇതിൻ്റെ പത്തി പിടത്തുന്നുണ്ട്. ഇവിടുന്ന് കുറേ അങ്ങോട്ട് കൊണ്ടുപോയി 5-6 മീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുപോയി അതേമാതിരി ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് നായ പിന്നെ രണ്ടാളും കൂടി ഭയങ്കര മൽപ്പിടിച്ച് അങ്ങനെ നായ അതിനെ കൊന്നു. നമ്മളത് രണ്ടാളും ജീവൻ രക്ഷയുണ്ട്. അത് എത്തുന്നില്ല, ഒരിക്കലും മറക്കാത്ത കാര്യം തന്നെ. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ജാക്കിയുടെ കാലുകൾ കുഴഞ്ഞു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നായയെ രക്ഷിക്കാനായില്ല. പാമ്പിന്റെ വിഷം രക്തത്തിൽ കലർന്നതാണ് മരണകാരണം. ഈ പത്തി വിടർത്തിയിട്ട് പാമ്പ് നായനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അതിനെ കൊണ്ടുപോയി ഞാൻ കൂട്ടിൽ ചങ്ങലക്കിട്ടു കൂടിട്ട് അവിടെ നിന്നും കൂടെ പോരുന്നില്ല. പാമ്പിനെ കൊന്നിട്ടും നായ അവിടെ നിന്ന് വരുന്നില്ല. അങ്ങനെ കൂട്ടിലേക്ക് കൊണ്ട് ഇട്ടു. ഇത് കൊണ്ടിട്ട് വെള്ളമൊക്കെ കൊടുത്ത് കുളിപ്പിച്ചു. അപ്പോൾ ഇതിനെ കുഴിച്ചിടാനുള്ള പരിപാടിയായി ഞങ്ങൾ നോക്കിയത്. അപ്പോൾ അതിനെ കുഴിച്ചിട്ടും കൂടെ നായ്ക്ക് ചെറിയൊരു തകരാറ് വന്നു. അപ്പോൾ ഒരു ജീപ്പുണ്ട് ഇതിനിവിടെ, ജീപ്പിലിട്ട് അപ്പോൾ തന്നെ കരുവശ്ശേരി ഷാജാൻ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട് ഇവിടെ, നമ്മൾ കാണിക്കുന്ന ഡോക്ടറാണ്. അയാൾ ഉടനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ചെന്ന് ട്രിപ്പ് കുറച്ച് കൊടുത്തിട്ടുള്ളൂ, എന്നപ്പോഴേക്കും നായ മരിച്ചു. ഉണ്ട ചോറിന് നന്ദി കാണിക്കുക എന്ന വിശേഷണം അക്ഷരാർത്ഥത്തിൽ ചേരുന്നത് ജാക്കിക്കാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ട മിടുക്കനായ നായയായിരുന്നു. ജാക്കി നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് ഇപ്പോഴും കുടുംബം. വ്യാസ്പി റാമിനൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. സങ്കടത്തോടെ അല്ലാതെ ഈ ഒരു റിപ്പോർട്ട് കാണാൻ നമുക്ക് സാധിക്കില്ല, അല്ലേ? അഖില CP നമുക്കൊപ്പം ചേർന്നുണ്ട്. അഖില, ആ കുടുംബത്തിന്റെ വിഷമം അത് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നായയോളം മനുഷ്യനെ സ്നേഹിക്കുന്ന മറ്റൊരു മൃഗം അത് വേറെ ഏതുണ്ടല്ലേ? അതേ സന്ധ്യ, നായയെ പോലെ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്ന മറ്റൊരു ജീവി ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. നമ്മൾ പല സ്റ്റോറികളും മുൻപും കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ജാക്കിയുടെ കാര്യവും. സ്വന്തം ജീവൻ ബലി നൽകിയാണ് വീട്ടുടമയായ രാമനുണ്ണിയെയും അദ്ദേഹത്തിൻ്റെ മകനെയും രക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പറയുന്നത് പോലെ എന്നും രാവിലെ ഇവർ കൃഷി ചെയ്യുന്നിടത്ത് പുല്ലൊക്കെ വെട്ടുന്ന ഒരു സന്ദർഭമായിരുന്നു. അപ്പോൾ അസാധാരണമായ രീതിയിൽ ഈ ജാക്കി കുരയ്ക്കുകയായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും അവർ തുറന്നു വിട്ടില്ല. പക്ഷേ രണ്ടുപേരും ഒന്ന് മാറി നിന്ന് ജാക്കിയെ തുറന്നു വിട്ടപ്പോഴും അസാധാരണമായ രീതിയിൽ കുരയ്ക്കുന്നു. സാധാരണ പോകുന്ന സ്ഥലത്തേക്ക് ഒന്നുമല്ല ജാക്കി പോയത്. നേരെ ഇവർ കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് പോയി വാഴയോട് അടുത്തുണ്ടായിരുന്ന മൂർഖനെ പെട്ടെന്ന് വലിച്ചു പുറത്തിടുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രധാനമായും ഈ ജീവികൾക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം കുരച്ചത്. അങ്ങനെ ഈ പാമ്പിനെ കീഴ്പ്പെടുത്തി. പാമ്പ് മൂർഖനാണ്, വലിയ വിഷമുള്ള പാമ്പാണ്. അപ്പോൾ പത്തി വിടർത്തിയിട്ടെല്ലാം മൂർഖൻ ഈ പറയുന്നത് പോലെ
പോലെ ഈ ജാക്കിയുമായി സംഘട്ടനത്തിൽ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ അവസാനം ജാക്കി അതിസാഹസികമായിട്ട് ഈ മൂർഖനെ കൊല്ലുന്നുമുണ്ട്. കൊന്ന് വീടിൻ്റെ വരാന്തയിലേക്ക് ഈ ജാക്കി തന്നെ മൂർഖനെ കൊണ്ടിടുന്നുണ്ട്. പക്ഷെ ആ സന്ദർഭങ്ങളിലൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല. ശേഷം ഇവർ ഈ ജാക്കിയെ കുളിപ്പിച്ചതിന് ശേഷമാണ് അസ്വാഭാവികത, അതായത് ജാക്കിയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. കാല് കുഴയുന്നത് പോലെയൊക്കെ തോന്നി. നേരെ ആശുപത്രിയിലേക്ക് വിട്ടെങ്കിലും ഈ പറയുന്ന പോലെ ട്രിപ്പ് കയറ്റിയ ഉടൻ ജാക്കി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. അപ്പോൾ 6 കൊല്ലമായി ഈ രാമനുണ്ണിയുടെയും കുടുംബത്തിൻ്റെയും ഒപ്പമുള്ള ഒരു നായയാണ്. വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെയാണ്. ഇപ്പോഴും അവർക്ക് ഈ അതായത് ജാക്കിയുടെ ജീവൻ നഷ്ടപ്പെട്ടതൊന്നും ഇപ്പോഴും ആർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. പല ഈ പരിപാടികളിൽ നിന്നും ഈ കുടുംബം വിട്ടു നിൽക്കുകയാണ്. അപ്പം അത്രത്തോളം വൈകാരികമായ ഒരു ബന്ധം ഈ ജാക്കി എന്ന നായയായിട്ട് ഈ കുടുംബത്തിനുണ്ടായിരുന്നു. 7 വർഷം ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു നായയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു കുടുംബാംഗത്തെ അടർത്തിയെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ തന്നെയാണ്. എന്തായാലും കുടുംബം ഇപ്പോഴും ഈ വിഷമത്തിലാണ്. അപ്പോൾ വീണ്ടും ഈ നായ, ഈ പറയുന്ന ഈ നായ എന്ന ജീവി നമ്മളെ വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.